Hi students, welcome to your new class. ഇന്നത്തെ ക്ലാസ്സിൽ മെയിൻ ഡിസ്കസ് ചെയ്യുന്ന പോയിന്റുകൾ മോഡ്സ് ഓഫ് എൻട്രി ആയിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അതിൽ ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ട്രേഡ് റിലേറ്റഡ് മോഡാണ്. എക്സ്പോർട്ട്, ഇമ്പോർട്ട്, കൗണ്ടർ ട്രേഡ്, ബാർട്ടർ സിസ്റ്റം, കൗണ്ടർ പർച്ചേസ്, ഓഫ്സെറ്റ്, ബൈബാക്ക്, ഈ പോയിന്റുകൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് കോൺട്രാക്ച്വൽ മോഡാണ്. കോൺട്രാക്ച്വൽ മോഡ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇനി ട്രേഡ് റിലേറ്റഡ് അല്ലാതെ ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഇന്ത്യൻ കമ്പനീസിനെ എൻ്റർ ചെയ്യാനുള്ള വേറൊരു രീതി അല്ലെങ്കിൽ ഒരു വിധമാണ് പറയുന്നത് കോൺട്രാക്ച്വൽ മോഡ്. കോൺട്രാക്ച്വൽ മോഡ് ഓർ ട്രാൻസ്ഫർ റിലേറ്റഡ് എൻട്രി മോഡ്സ് ആർ ദോസ് അസോസിയേറ്റഡ് വിത്ത് ദ ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ് ഓർ യൂട്ടിലൈസേഷൻ ഓഫ് സ്പെസിഫൈഡ് പ്രോപ്പർട്ടി ഫ്രം വൺ പാർട്ടി ടു ദ അതർ ഇൻ എക്സ്ചേഞ്ച് ഫോർ റോയൽറ്റി ഫീസ്. നമ്മളിവിടെ കോൺട്രാക്റ്റാണ് ഫോം ചെയ്യുന്നത്. ആ കോൺട്രാക്റ്റിൻ്റെ ഫലമായിട്ട് അവരുടെ ഏതെങ്കിലും സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഓണർഷിപ്പ് പരസ്പരം കൈമാറ്റം ചെയ്യുന്നു. അതിന് പകരമായിട്ട് നമ്മൾ കൊടുക്കുന്നത് റോയൽറ്റി അല്ലെങ്കിൽ ഫീസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ദേ ഡിഫർ ഫ്രം ട്രേഡ് റിലേറ്റഡ് എൻട്രി മോഡ് ഇൻ ദാറ്റ് ദ യൂസർ ഇൻ എ ട്രാൻസ്ഫർ റിലേറ്റഡ് മോഡ് ബൈ സർട്ടൻ റൈറ്റ്സ് ഓഫ് ട്രാൻസാക്റ്റഡ് പ്രോപ്പർട്ടി ഫ്രം ദ അതർ പാർട്ടി. ഇവിടെ ചെറിയൊരു വ്യത്യാസം എന്ന് പറയുന്നത് നമ്മൾ ബൈ ചെയ്യാണ് ചെയ്യുന്നത്. രണ്ട് പേര് തമ്മിൽ കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ അതിൽ ഒരു പാർട്ടി മറ്റേ പാർട്ടിയുടെ കയ്യിൽ നിന്ന് ഒരു കോൺട്രാക്റ്റിൻ്റെ മുകളിൽ ഏതെങ്കിലും പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി അക്വയർ ചെയ്യുന്നു അല്ലെങ്കിൽ അതിനുള്ള റൈറ്റ് നമ്മൾ ഏൺ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്, അക്വയർ ചെയ്യുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഈ ഒരു കോൺട്രാക്ച്വൽ എൻട്രി മോഡലിനെ നമുക്ക് പ്രധാനമായിട്ടും 6 ടൈപ്പാണുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഇൻ്റർനാഷണൽ ലീസിംഗ് ആണ് ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ ലീസിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ഹയറിംഗ് ഓർ ദ റെൻറ്റൽ ഓഫ് കോൺട്രാക്ട് എക്യുപ്മെൻറ്റ് ബിറ്റ്വീൻ ടു പാർട്ടീസ്, ദ ലെസ്സർ ആൻഡ് ദ ലെസ്സി. എക്യുപ്മെൻറ്റ് ഈസ് നോട്ട് ഓൺഡ് ബൈ ദ ലെസ്സി ബട്ട് ക്യാൻ ബി യൂസ്ഡ് ബൈ ഹിം ഫോർ ദ ഡ്യൂറേഷൻ ഓഫ് ദ ലീസ്. ഇൻ്റർനാഷണൽ ലീസ് അറൈസസ് largely because developing country manufacturer do not have financial capacity or lack foreign exchange to pay for the equipment. ലീസിംഗ് എല്ലാം നമുക്ക് ഓൾറെഡി അറിയുന്ന പോയിന്റുകളാണ്. ഇൻ്റർനാഷണൽ ലീസിംഗിൽ പറയുന്നത് ദർ ആർ ടു പാർട്ടീസ്. ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുമ്പോൾ 2 പാർട്ടീസ് ഉണ്ടായിരിക്കും. ഹിയർ ദ വൺ പാർട്ടി ഈസ് നോൺ ആസ് ദ ലെസർ, ദാറ്റ് മീൻസ് ദ ഓണർ ഓഫ് ദ അസറ്റ്. ഒരു അസറ്റാണ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്, ഒരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന ഒരു അസറ്റ് നമുക്ക് ബൈ ചെയ്യാൻ പറ്റാതെ വരുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഈ ലീസിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓണർ ഓഫ് ദ പ്രോപ്പർട്ടിയാണ് ലെസർ. ആരാണോ ഹയർ ചെയ്യുന്നത് അവരാണ് ലെസ്സി എന്ന് പറയുന്നത്. ഇവിടെ ഒരു ലീസ് അഗ്രിമെൻ്റ് ആണ് ഇവർ തമ്മിൽ ഉണ്ടായിരിക്കുന്നത്. ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡിലേക്ക് ഒരു സ്പെസിഫൈഡ് അസറ്റ് ഫുള്ളായിട്ടും കൈവശം വെച്ച് ഉപയോഗിക്കാനുള്ള അധികാരമാണ് കൊടുക്കുന്നത്. ഒരിക്കലും ഓണർഷിപ്പ് ഇവിടെ പാസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ലെസറിൽ നിന്ന് ലെസ്സിയിലേക്ക് ഓണർഷിപ്പ് പാസ് ചെയ്യാതെ അവനവൻ്റെ ഒരു അസറ്റ് പോലെ തന്നെ യൂസ് ചെയ്യാനുള്ള ഒരു അധികാരമാണ് നമുക്കവിടെ കൈമാറ്റം ചെയ്യപ്പെടുന്നത്. ഇതിനെയാണ് ഇൻ്റർനാഷണൽ ലീസിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ലൈസൻസിങ് ആണ് നെക്സ്റ്റ് പോയിന്റ്. ലൈസൻസിങ് ഈസ് വെൻ എ ഫേം കോൾഡ് ദ ലൈസൻസർ ലീസസ് ദ റൈറ്റ് ടു യൂസ് ഇറ്റ്സ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, technology, work methods, patent, copyright, brand name or trademarks to another firm called the lessee in return for a fee. ഇനി ലീസിങ്ങിൽ പറയുന്നതും ലെസ്സറും ലെസ്സി തന്നെയാണ്. ലൈസൻസിങ്ങിൽ പറയുന്നത് ലൈസൻസറും അതേപോലെ ലെസ്സിയുമാണ്. ലൈസൻസർ എന്ന് പറയുന്നത് അവർ ഏതെങ്കിലും അവരുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത്. ആ ഒരു രാജ്യത്തെ മാത്രമായിട്ട് അല്ലെങ്കിൽ ചില വ്യക്തികളുടെ മാത്രമായിട്ടുള്ള ചില കാര്യങ്ങളെയാണ് നമുക്ക് ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്. അത് ടെക്നോളജി ആവാം, വർക്ക് മെത്തേഡായിരിക്കാം, കോപ്പിറൈറ്റോ ബ്രാൻഡ് നെയിമോ ട്രേഡ് മാർക്ക് അങ്ങനെയുള്ള ഏത് വേണമെങ്കിലും നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഇതിന് പകരമായി നമ്മൾ ഫീസാണ് കൊടുക്കാറുള്ളത്. ഇതാണ് ഇൻ്റർനാഷണൽ ലൈസൻസിങ് എന്ന് പറയുന്നത്. Licensing allows the licensee to produce and market a product similar to the one the licensor has already been producing in its home country without requiring the licensor to actually create a new operation abroad. ആക്ച്വലി ഒരു കമ്പനി വർക്കിംഗ് ആണ് എബ്രോഡിലെന്ന് വിചാരിക്കുക. നമ്മൾ അവരുമായിട്ടൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അവരവിടെ അവരുടെ പ്രൊഡക്റ്റ് എങ്ങനെ വിൽക്കുന്നോ അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ രാജ്യത്ത് ആ ഒരു പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ എബ്രോഡിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയെ സംബന്ധിച്ചോളം അവരുടെ ഒരു മാർക്കറ്റ് എക്സ്പാൻഷനാണ് അവിടെ വരുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ഒരു ന്യൂ ഓപ്പറേഷൻ എബ്രോഡ് എന്നുള്ള ലെവലിലേക്കാണ് ആ കാര്യങ്ങൾ പോകുന്നത്.
A license is an official permission or permit to do, use or own something. ലൈസൻസ് എന്ന് പറയുന്നത് ഒഫീഷ്യലായിട്ടുള്ളൊരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു പെർമിഷൻ കൊടുക്കുകയാണ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുന്നതിനോ യൂസ് ചെയ്യുന്നതിനോ എന്തെങ്കിലും നേടിയെടുക്കുന്നതിനോ ഒക്കെ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു വാല്യുബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒഫീഷ്യലായിട്ടൊരു പെർമിഷനാണ് അത് പറയുന്നത്. സോ ഇറ്റ് ഈസ് ആൻ ഓതറൈസേഷൻ ടു യൂസ് ദ ലൈസൻസ്ഡ് മെറ്റീരിയൽ. ഏത് മെറ്റീരിയലിന് വേണ്ടിയിട്ടാണോ നമ്മൾ ലൈസൻസ് അക്വയർ ചെയ്തത് അത് യൂസ് ചെയ്യാനുള്ള ഒരു ഓതറൈസേഷനാണ് ഈ ലൈസൻസ് എന്ന് പറയുന്നത്. ദ ലൈസൻസിങ് പ്രോസസ്സ് ഇവിടെ പറയുന്നുണ്ട്. അതായത് ലൈസൻസർ ലീസസ് ദ റൈറ്റ് ടു യൂസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. ഫസ്റ്റ് ലൈസൻസർ അവരുടെ ആ പ്രോപ്പർട്ടീനെ ലീസ് ചെയ്യാണ് ചെയ്യുന്നത്, അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലൈസൻസി യൂസസ് ദ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവർ ലൈസൻസി എന്ത് ചെയ്യും, ആ പ്രോപ്പർട്ടി യൂസ് ചെയ്യുന്നു, പ്രൊഡക്റ്റൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടോ എന്തിനെങ്കിലും വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു. അതിൽ നിന്ന് റവന്യൂ ഏൺ ചെയ്യുന്നു വിത്ത് ലോ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ അത് ഉപയോഗിച്ച് സെയിൽ ചെയ്യുമ്പോൾ അവർക്ക് റവന്യൂ ഉണ്ടാകുന്നു. ആ റവന്യൂവിൽ നിന്ന് നമ്മൾ റോയൽറ്റി ലൈസൻസർക്ക് കൊടുക്കുന്നു അല്ലെങ്കിൽ ഫീസ് കൊടുക്കുന്നു. ഇതാണ് ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇനി ബേസിക് ഇഷ്യൂസ് ഇൻ ഇൻ്റർനാഷണലൈസിങ്. ഇങ്ങനെ ഇൻ്റർനാഷണൽ ലൈസൻസിങ് നടക്കുമ്പോൾ വരുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത് സ്പെസിഫൈയിങ് ദ ബൗണ്ടറീസ് ഓഫ് ദ അഗ്രിമെൻറ്റ്. ഈ അഗ്രിമെൻറ്റ് ഇത് യൂസ് ചെയ്യുന്ന വ്യക്തിക്ക് ഏതറ്റം വരെ മാത്രം യൂസ് ചെയ്യാൻ പറ്റും അത് സ്പെസിഫൈ ചെയ്യാം. ഡിറ്റർമിനിങ് കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ കോമ്പറ്റീഷൻ എത്രത്തോളം ഉണ്ടാവും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഇഷ്യൂസാണ്. എസ്റ്റാബ്ലിഷിങ് റൈറ്റ്സ്, പ്രിവിലേജസ് ആൻഡ് കൺസ്ട്രെയിൻസ്. ഓരോ ലൈസൻസറുടെയും ഈ പറഞ്ഞ റൈറ്റ് എന്താണ്, പ്രിവിലേജസ് എന്താണ്, കൺസ്ട്രെയിൻസ്, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് സ്പെസിഫൈയിങ് ദ ഡ്യൂറേഷൻ ഓഫ് ദ കോൺട്രാക്റ്റ്. കോൺട്രാക്റ്റിൻ്റെ ഒരു കാലയളവ് വ്യക്തമായി പറഞ്ഞിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഇഷ്യൂസ് ഉണ്ടാവാനുള്ള കാര്യങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് ഈ ടൈപ്സ് ഓഫ് ലൈസൻസിങ് പറയുന്നുണ്ട്. അതിൽ മെയിനായിട്ട് എക്സ്ക്ലൂസീവും ഉണ്ട്, നോൺ എക്സ്ക്ലൂസീവും ഉണ്ട്, ക്രോസ് ലൈസൻസിങ്ങും ഉണ്ട്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ റൈറ്റ് ടു പ്രൊഡ്യൂസ് ഓർ മാർക്കറ്റ് എ പ്രോഡക്റ്റ് യൂസിങ് സ്പെസിഫിക് ടെക്നോളജി ഇൻ എ ഗിവൺ ജോഗ്രഫിക് റീജിയൻ ഓൺലി. എക്സ്ക്ലൂസീവ്ലി എന്ന് പറയുമ്പോൾ നമ്മൾ ആ റൈറ്റ് അവരുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ബൈ ചെയ്യുമ്പോൾ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരിക്കും ഏത് ജോഗ്രഫിക് ഏരിയയിൽ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം നമുക്ക് ആ മാർക്കറ്റ് ചെയ്യാനോ പ്രൊഡക്ഷൻ നടത്താനോ എല്ലാം സാധിക്കുള്ളൂ. ഇതാണ് എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. നോൺ എക്സ്ക്ലൂസീവ് ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഓപ്പോസിറ്റ് ആണ്. അതായത് റൈറ്റ്സ് ഹാവ് ടു ബി ഷെയർഡ് വിത്ത് അതർ ഫേംസ് ഇൻ ദ സെയിം റീജിയൻ. ആ റീജിയനിൽ തന്നെ നമുക്ക് മറ്റുള്ള ഫേമുകൾക്കും ഈ കിട്ടിയ കാര്യങ്ങളെ ഷെയർ ചെയ്യാവുന്നതാണ്. അതാണ് നോൺ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത്. ക്രോസ് ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ ഈസ് എ റെസിപ്രോക്കൽ അഗ്രിമെൻറ്റ് ഇൻ വിച്ച് ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടി ഈസ് ട്രാൻസ്ഫേർഡ് ബിറ്റ്വീൻ ടു പാർട്ടീസ്. ദസ് ബോത്ത് പാർട്ടീസ് ആർ സൈമൾട്ടേനിയസ്ലി ബോത്ത് ദ ലൈസൻസർ ആൻഡ് ദ ലൈസൻസി. ഇവിടെ ക്രോസ് ലൈസൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റെസിപ്രോക്കൽ ആയിട്ടുള്ള അഗ്രിമെൻ്റ് ആണ്. ഇവിടെ ഒരു ഇൻടാഞ്ചിബിൾ പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്ഫർ ചെയ്യുന്നത് ബിറ്റ്വീൻ ദ ടു പാർട്ടീസ്. അപ്പോൾ ബോത്ത് പാർട്ടീസ് ആർ സൈമൾട്ടേനിയസ്ലി ബോത്ത് ദ ലൈസൻസർ ആൻഡ് ദ ലൈസൻസി. അപ്പോൾ രണ്ട് വ്യക്തികളും ഒരേ സമയം ആരായി മാറുന്നു, ലൈസൻസറും ലൈസൻസി ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഫിനാൻഷ്യൽ റിസ്ക് വളരെ കുറവാണ്, കോസ്റ്റ് കുറയ്ക്കാം, ടാരിഫ് നോൺ ടാരിഫ് ബാരിയർ റെസ്ട്രിക്ഷൻ, ഫോറിൻ ഇൻവെസ്റ്റ്മെൻ്റ് എല്ലാം അവോയ്ഡ് ചെയ്യാം. ലൈസൻസി പ്രൊവൈഡ്സ് നോളജ് ഓഫ് ലോക്കൽ മാർക്കറ്റ്. അതുകൊണ്ട് തന്നെ ലൈസൻസിക്കാൻ മാർക്കറ്റിനെ കുറിച്ചൊരു അവയർനെസ് കിട്ടും, അവിടെ നോളജ് കിട്ടുന്നു. ആൻഡ് റീപ്പ് ദ ബെനിഫിറ്റ്സ് ഓഫ് ഇന്നോവേറ്റ് ടെക്നോളജി വിത്തൗട്ട് അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ്. യാതൊരു മുതൽ മുടക്കും ഇല്ലാതെ, വലിയൊരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് അവർക്ക് അതിൻ്റെ ബെനിഫിറ്റ് റീപ്പ് ചെയ്യാൻ സാധിക്കുന്നു. ഏബിൾ ടു അപ്ഗ്രേഡ് ടെക്നിക്കൽ കപ്പാസിറ്റി. അതുവഴി അവരുടെ ഒരു ടെക്നിക്കൽ നോളജ് കപ്പാസിറ്റിയോട് ഇൻക്രീസ് ചെയ്യാനും കോമ്പറ്റീഷനൊക്കെ ഇൻ്റർനാഷണൽ ലെവലിൽ ഫേസ് ചെയ്യാനൊക്കെ ഏബിൾ ആവുന്നു. ആൻഡ് പൊളിറ്റിക്കൽ റിസ്ക് ഈസ് മിനിമൈസ്ഡ് ആസ് ദ ലൈസൻസ് ഈസ് 100% ലോക്കലി ഓൺഡ്. നമ്മൾ തന്നെ സ്വന്തമായിട്ട് അത് അക്വയർ ചെയ്തതുകൊണ്ട്, ലൈസൻസ് നേടിയെടുത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് പൊളിറ്റിക്കൽ റിസ്കിനെ ഒന്നും ഫേസ് ചെയ്യാതെ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ഇതാണ് എൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഡിസഡ്വാൻറ്റേജ് പറയുമ്പം നമ്മുടെ ലിമിറ്റഡ് മാർക്കറ്റ് ഓപ്പർച്യൂണിറ്റി ആൻഡ് പ്രോഫിറ്റ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ മാത്രം എന്ന് സ്പെസിഫൈ ചെയ്താൽ നമ്മുടെ ആ ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ലിമിറ്റഡ് ആവുകയാണ്. അതേപോലെ തന്നെ എന്ത് ചെയ്യണമെങ്കിലും നമ്മളുടെ ലൈസൻസ് എന്താണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട്സ് വിത്ത് ലൈസൻസി. അതേപോലെ ലൈസൻസി ആയിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതൽ. പോസിബിലിറ്റി ഓഫ് ക്രിയേറ്റിംഗ് ഫ്യൂച്ചർ കോമ്പറ്റീറ്റർ. നാളെ ഇവരുമായിട്ട് ഏറ്റുമുട്ടാനുള്ള ഒരു പുതിയ കോമ്പറ്റീറ്ററെ കൂടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നൊരു അവസ്ഥ അവിടെ ഉണ്ടാവുകയാണ് ചെയ്യുന്നത്.
ലോസ് ഓഫ് ക്വാളിറ്റി കൺട്രോൾ ഒരു പരിധി വരയ്ക്ക് ലോസ് ചെയ്യാനും അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഉണ്ടാകുന്ന റിസൾട്ട്, ഡാമേജ് ടു ട്രേഡ് മാർക്ക് ആൻഡ് റെപ്യൂട്ടേഷൻ, നമ്മുടെ ട്രേഡ് മാർക്കിനെയും റെപ്യൂട്ടേഷനൊക്കെ അത് ബാധിക്കുന്നു. നെക്സ്റ്റ് പോയിന്റിൽ പറയുന്നത് ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ് ആണ്. അതായത് കോൺട്രാക്ച്വൽ എൻട്രി മോഡിൽ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ലീസിങ് പറഞ്ഞു, ലൈസൻസിങ് പറഞ്ഞു, ഇനി ഫ്രാഞ്ചൈസിങ് ആണ്. ഫ്രാഞ്ചൈസിങ് നമുക്കറിയാൻ പറ്റും ഒരു ഹൈ ഗ്രോത്ത് വിത്ത് ലിമിറ്റഡ് ഇൻവെസ്റ്റ്മെൻറ്റ്, ചുരുങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് പെട്ടെന്നൊരു കമ്പനിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഓൾറെഡി നിലവിലുള്ള പ്രോഡക്റ്റോ സർവീസോ ഉള്ളവരുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സഹകരിച്ചു പോവുക. അതാണ് ഫ്രാഞ്ചൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Franchising system can be defined as a system in which semi-independent business owners, അതായത് ഫ്രാഞ്ചൈസീസ് എന്നാണ് അവരെ പറയുക. ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റോയൽറ്റിയോ ഫീസിൻ്റെയോ ബേസിസിൽ ഒരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുകയും അതുവഴി പാരൻറ്റ് കമ്പനിയുമായിട്ടൊരു കോൺട്രാക്റ്റ് ഫോം ചെയ്യുക. അപ്പോൾ പാരൻറ്റ് കമ്പനിയുടെ ഉത്തരവാദിത്തങ്ങൾ അല്ലെങ്കിൽ ഒരു പരിധി വരേക്കും എല്ലാ കാര്യങ്ങളും ഒരു ഓണറെ പോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ഇവിടെ ബിസിനസ് ഓണേഴ്സ് ഫ്രാഞ്ചൈസീസും പാരൻറ്റ് കമ്പനി ആരിൽ നിന്നാണ് അത് വാങ്ങുന്ന ആ കമ്പനി ഫ്രാഞ്ചൈസറുമാണ്. ഇൻ റിട്ടേൺ ഫോർ ദ റൈറ്റ് ബിക്കം ഐഡൻറ്റിഫൈഡ് വിത്ത് ഇറ്റ്സ് ട്രേഡ് മാർക്ക്. ഇനി ഇതിന് പകരമായിട്ട് അവരങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താ റൈറ്റ് എന്ന് പറയുന്നത്, ഒരു ഐഡൻറ്റിഫൈഡ് ആയിട്ടുള്ള ട്രേഡ് മാർക്ക് യൂസ് ചെയ്യുക ടു സെൽ ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ സർവീസസ് ആൻഡ് ഓഫൺ ടു യൂസ് ഇറ്റ്സ് ബിസിനസ് ഫോർമാറ്റ് ആൻഡ് സിസ്റ്റം. അപ്പോൾ ലൈസൻസിങ്ങുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫ്രാഞ്ചൈസിങ് എഗ്രിമെൻറ്റ് ടെൻസ് ടു ബി ലോങ്ങർ ആൻഡ് ഫ്രാഞ്ചൈസിങ് ഓഫേഴ്സ് എ ബ്രോഡർ പാക്കേജ് ഓഫ് റൈറ്റ്സ് ആൻഡ് റിസോഴ്സസ് വിച്ച് യൂഷ്വലി ഇൻക്ലൂഡ്സ് എക്യുപ്മെൻറ്റ്, മാനേജീരിയൽ സിസ്റ്റം, ഓപ്പറേഷൻ മാനുവൽ, ഇനീഷ്യൽ ട്രെയിനിങ്, സൈറ്റ് അപ്രൂവൽ and all the support necessary for the franchisee to run its business in the same way as it is done by the franchisor. ലൈസൻസിങ്ങുമായിട്ട് നമുക്ക് കണക്ട് ചെയ്ത് പറയുമ്പോൾ അതിനേക്കാൾ ഒരു ബ്രോഡർ കൺസെപ്റ്റാണ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുന്നത്. ആക്ച്വലി ഇവിടെ ഫ്രാഞ്ചൈസർ, ദാറ്റ് ഈസ് ദ ഓണർ, അവർക്കുള്ള റൈറ്റ് എന്താണോ ആ റൈറ്റിൽ ഒരു പകുതിയോളം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഫ്രാഞ്ചൈസിക്കും ആ റൈറ്റ് കിട്ടുന്നു. അതുവഴി നല്ലൊരു പാക്കേജാണ് അവർക്ക് കൊടുക്കുന്നത്. റിസോഴ്സിനായാലും റൈറ്റ്സിനാണെങ്കിലും എക്യുപ്മെൻറ്റ്, മാനേജ് സിസ്റ്റംസ്, ഓപ്പറേഷൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഒരു റിയൽ ഓണറെ പോലെ തന്നെ നമുക്ക് ഫ്രാഞ്ചൈസിക്കും കൂടി ആക്ട് ചെയ്യാൻ പറ്റുന്നു. ഇൻ അഡീഷൻ ടു ദാറ്റ്, വൈൽ എ ലൈസൻസിങ് അഗ്രിമെൻറ്റ് ഇൻവോൾവ്സ് തിങ്സ് സച്ച് ആസ് ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി, ട്രേഡ് സീക്രറ്റ്സ് ആൻഡ് അതേഴ്സ്, ഫ്രാഞ്ചൈസിങ് ഈസ് ലിമിറ്റഡ് ടു ട്രേഡ് മാർക്സ് ആൻഡ് ഓപ്പറേറ്റിംഗ് നോ ഹൗ ഓഫ് ദ ബിസിനസ്. ഒരു ബിസിനസ് എന്താണെന്നുള്ളതും അതിൻ്റെ ഒരു ട്രേഡ് മാർക്ക് എങ്ങനെയാണെന്നുള്ളതും അതുവരേക്കുള്ള ഒരു ലിമിറ്റാണ് ഫ്രാഞ്ചൈസിങ് കൊടുക്കുന്നത്. ഈവൻ ട്രേഡ് സീക്രട്ട് അടക്കം ഷെയർ ചെയ്യാനുള്ളത്, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഷെയർ ചെയ്യാനുള്ള അതിനുള്ള ഒരു അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ അതിനുള്ള ലൈസൻസാണ് അവിടെ കിട്ടുന്നത്. The franchisee operates the business under the franchisor's proprietary right. പ്രൊപ്രൈറ്ററി റൈറ്റ് ആർക്കാണ് ഉണ്ടാവുക, എപ്പോഴും ഫ്രാഞ്ചൈസർക്ക് ഉണ്ടാവുക. അതിൻ്റെ അണ്ടറിലാണ് ഒരു ഫ്രാഞ്ചൈസി ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിന് പ്രൊസീജിയേഴ്സ് ഉണ്ട്, മെത്തഡ് ഓഫ് ഓപ്പറേഷൻ ഉണ്ട്. അതെല്ലാം ബിസിനസ് സിസ്റ്റത്തിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഒരു ഫ്രാഞ്ചൈസിക്ക് ആക്ട് ചെയ്യാൻ പറ്റുള്ളൂ. The franchisor generally maintains the right to control the quality of products and services. ഇവിടെ ഫ്രാഞ്ചൈസറുടെ ഡ്യൂട്ടി എന്താണ്, അവർ കൊടുക്കുന്ന പ്രോഡക്റ്റിൻ്റെ സർവീസിൻ്റെ ഒക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത് പോവുക, കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും നമ്മൾ ഡിഫറൻസ് ആണ്. ലൈസൻസിങ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു പാർട്ട് മാത്രമാണ് കൊടുക്കുന്നത്. ഫ്രാഞ്ചൈസിങ് പറയുമ്പോൾ ടോട്ടൽ ബിസിനസ്സിനെയാണ് കൊടുക്കുന്നത്. പിന്നെ ലൈസൻസർക്ക് ഇവിടെ കൺട്രോൾ കുറവായിരിക്കും, പക്ഷേ ഫ്രാഞ്ചൈസർക്ക് തന്നെയായിരിക്കും എപ്പോഴും ഇവിടെ കൺട്രോൾ എന്ന് പറയുന്നത്. കോമൺ ആണ്. മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസൊക്കെ എപ്പോഴും ലൈസൻസിങ് മെത്തേഡാണ് ചെയ്യാറുള്ളത്. അതേസമയം സർവീസ് ഇൻഡസ്ട്രീസാണ് ഫ്രാഞ്ചൈസിങ് ഒക്കെ യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ലൈസൻസിങ് കൊടുക്കുന്ന കമ്പനീസ് എന്ന് പറയുന്നത് അലൻ സോളി, സാംസങ്, ആപ്പിൾ ലൈസൻസ് ദെയർ കൗണ്ടർ പാർട്സ് ഇൻ അതർ കൺട്രീസ് ടു മാനുഫാക്ചർ ദെയർ പ്രൊഡക്റ്റ്. മറ്റുള്ള രാജ്യങ്ങളിലേക്കൊക്കെ അവരുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള റൈറ്റ് കൊടുക്കുന്നത്. അതാണ് ലൈസൻസിങ് എന്ന് പറയുന്നത്. ഫ്രാഞ്ചൈസിങ് ആകുമ്പം KFC ഒക്കെ ഒരു ഫ്രാഞ്ചൈസി ആയിട്ടാണ്, ഒരു ബ്രാഞ്ച് ആയിട്ടാണ് അവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഇത്രയാണ് ഇതിൻ്റെ ഡിഫറൻസ് പറയുന്നത്. ഇനി എന്താണ് ഈ ഇൻ്റർനാഷണൽ ഫ്രാഞ്ചൈസിങ് മോഡ് കൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്കൽ റിസ്ക് കുറവ്, കോസ്റ്റ് കുറവ്, സൈമൾട്ടേനിയസ് ആയിട്ടുള്ളൊരു എക്സ്പാൻഷൻ പല റീജിയണിലും ഉണ്ടാവും ഒരേ സമയം തന്നെ.
പിന്നെ സെലക്റ്റഡ് പാർട്ട്നേഴ്സ് ബ്രിങ് ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്, അവർ സെലക്ട് ചെയ്യുന്ന ആൾക്കാരനെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ലൊരു മാനേജറൽ ക്യാപ്പബിലിറ്റീസൊക്കെ നല്ലൊരു ഓപ്പറേഷനൊക്കെ ഉണ്ടായിരിക്കും അവിടെ. ആൻഡ് അലൗ മാനുഫാക്ചർ ടു മെയിൻറ്റെയിൻ കൺസിസ്റ്റൻസി ഓഫ് ഇറ്റ്സ് പ്രോഡക്ട്സ്, അവരുടെ പ്രോഡക്ട്സിൻ്റെ ഏത് ഡിഫറെൻറ്റ് മാർക്കറ്റിലായാലും പ്രൊഡക്റ്റിൻ്റെ കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും മാനുഫാക്ചർക്ക്. ആൻഡ് ഫാസ്റ്റ് ആൻഡ് ഈസി വേ ഓഫ് ലിവറേജിങ് അസറ്റ്, പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു അസറ്റിനെ ലിവറേജ് ആക്കാൻ പറ്റുക. ആൻഡ് യൂണിഫോം സിസ്റ്റം ആയിരിക്കും, കോമൺ ബ്രാൻഡ്, ട്രെയിനിങ് ആൻഡ് സപ്പോർട്ടൊക്കെയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് മെയിനായിട്ട് ഏതൊരു ഇതിലും ഉണ്ടാവുന്ന പോലെ തന്നെ മെയിൻറ്റെയിനിങ് കൺട്രോൾ ഓവർ ഫ്രാഞ്ചൈസി മേ ബി ഡിഫിക്കൾട്ട്, കോൺഫ്ലിക്ട്സ് വിത്ത് ഫ്രാഞ്ചൈസി ആർ ലൈക്ലി ഇൻക്ലൂഡിങ് ലീഗൽ ഡിസ്പ്യൂട്ട്സ്, പ്രിസർവിങ് ഫ്രാഞ്ചൈസേഴ്സ് ഇമേജ്, ഫോറിൻ മാർക്കറ്റിൽ ഫ്രാഞ്ചൈസറുടെ ഇമേജ് കാത്തു സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മോണിറ്ററിങ് ഇവാലുവേറ്റിംഗ് പെർഫോമൻസ് ഒക്കെ ആവശ്യമുണ്ട്, അതൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല. അഡ്വാൻറ്റേജ് എല്ലാം എടുത്തുകൊണ്ട് നോളജ് എല്ലാം അറിഞ്ഞുകൊണ്ട് അവർ തന്നെ ഭാവിയിൽ ഒരു കോമ്പറ്റീറ്ററായിട്ട് മാറുന്ന അവസ്ഥ. ആൻഡ് ഫ്രാഞ്ചൈസേഴ്സ് ഇമേജ് ബൈ നോട്ട് അപ്ഹോൾഡിങ് ഇറ്റ് സ്റ്റാൻഡേർഡ്, ഒരു ഫ്രാഞ്ചൈസറുടെ ഇമേജോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡോ എപ്പോഴും അപ്ഹോൾഡ് ചെയ്തോളുന്നില്ല. ഈവൺ ഇഫ് ദ ഫ്രാഞ്ചൈസർ ക്യാൻസൽ the agreement, a few franchisees may run the business by making cosmetic changes. ഇനി ഭാവിയിൽ ഇവർ തമ്മിലൊരു പ്രശ്നമുണ്ടായിട്ട് കോൺട്രാക്റ്റ് പിൻവലിച്ചാൽ പോലും ഇവരുടേതായ കുറേ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും അപ്പോഴേക്കും. അപ്പം നമ്മൾ തന്നെ അതേ സംഭവം പ്രൊഡ്യൂസ് ചെയ്യാൻ റെഡിയാവുക, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തിക്കൊണ്ട് ചില ആൾക്കാർ ലൈസൻസ് ക്യാൻസൽ ആയാൽ പോലും ചെയ്യാറുണ്ട്. ആൻഡ് ലാംഗ്വേജ് ആണ് വേറൊന്ന്, ട്രാൻസ്ലേറ്റിംഗ് ദ ട്രെയിനിങ് മാനുവൽ, ഓപ്പറേഷൻ മാനുവൽ എക്സെട്ര ഈസ് വെരി എക്സ്പെൻസീവ്. ഓരോ രാജ്യക്കാരും അവരുടെ ലാംഗ്വേജിലായിരിക്കും അതൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ വേറൊരു ആൾക്ക് നമ്മളിത് കൈമാറുന്ന സമയത്ത് ഇതെല്ലാം അവർക്ക് മനസ്സിലാവുന്നൊരു ഭാഷയിലും കൂടിയിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുവഴി ഒരു ചിലവ് അവിടെ നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ പറയുന്നത് കറൻസിയിൽ വരുന്ന വ്യത്യാസങ്ങൾ, എക്സ്ചേഞ്ച് റേറ്റിലൊക്കെ വരുന്നത്, റോയൽറ്റി കളക്ട് ചെയ്യുമ്പോൾ, കാരണം ഇത് യൂസ് ചെയ്യുന്നതിന് പകരമായി നമ്മൾ കൊടുക്കുന്നത് ഫീ ആണ് അല്ലെങ്കിൽ റോയൽറ്റി ആണ്. അപ്പോൾ ആ കറൻസി ചെയ്തതിനനുസരിച്ച് അതിൽ മാറ്റങ്ങൾ വരാം. സപ്ലൈ ചെയിൻ, അതായത് വേരിയേഷൻസ് ഇൻ ദ സപ്ലൈ ചെയിൻ ക്യാൻ കോസ് സിസ്റ്റമാറ്റിക് പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ ലിമിറ്റ് ദ സക്സസ് ഓഫ് യൂണിറ്റ്സ്. സിസ്റ്റമാറ്റിക് ആയിട്ടൊരു പ്രോബ്ലംസ് ഉണ്ടാവാനും, അതായത് ബിസിനസ് യൂണിറ്റിൻ്റെ സക്സസ്സിനെ ഒരു പരിധി വരേക്ക് മാത്രമേ നിർത്താനുള്ള ഒരു അവസ്ഥയിലേക്കൊക്കെ പോവാം. ലെസ് പെർ യൂണിറ്റ് റവന്യൂ, ഓരോ യൂണിറ്റിൽ നിന്നും നമുക്ക് കിട്ടുന്ന റവന്യൂ ഇതുവഴി കുറയാണ് ചെയ്യുന്നത്. കാരണം ലെസ് റിസ്ക് ആണല്ലോ അവിടെ ഉള്ളത്, നാച്ചുറലി കംസ് ലെസ് റവന്യൂ. ചെറിയ തോതിൽ റിസ്ക് ഉണ്ടാകുമ്പോൾ ചെറിയ തോതിൽ തന്നെ റവന്യൂ ഉണ്ടാവുന്നുള്ളൂ, അതാണ് അവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന പോയിന്റാണ് ടേൺ കീ പ്രോജക്റ്റുകൾ. ടേൺ കീ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് പ്രോജക്റ്റ് ദാറ്റ് ഈസ് കൺസ്ട്രക്റ്റഡ് സോ ദാറ്റ് ഇറ്റ് കുഡ് ബി സോൾഡ് ടു എനി ബയർ ആസ് എ കംപ്ലീറ്റഡ് പ്രോജക്റ്റ്. നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റ് പുതിയ ടൈപ്പ് ഉണ്ടാക്കിയെടുക്കുന്നു, അത് ബയ്യർക്ക് നമ്മൾ സെല്ല് ചെയ്യുന്നു, ഒരു കംപ്ലീറ്റഡ് പ്രോജക്റ്റ് ആക്കി സെല്ല് ചെയ്യുന്നു. ദിസ് ഈസ് കോൺട്രാസ്റ്റഡ് വിത്ത് ദ ബിൽഡ് ടു ഓർഡർ വേർ ദ കൺസ്ട്രക്ടർ ബിൽഡ്സ് ആൻ ഐറ്റം ടു ദ ബയേഴ്സ് എക്സാക്ട് സ്പെസിഫിക്കേഷൻസ് or when an incomplete product is sold with the assumption that the buyer would complete it. ഇവിടെ നമ്മൾ ബയർക്ക് വേണ്ടിയിട്ട് അവരുടെ എക്സാക്റ്റ് സ്പെസിഫിക്കേഷനെ മാത്രം ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കാം. ഒന്നില്ലെങ്കിൽ മുഴുവനായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പകുതി പണി കഴിഞ്ഞ പോലെ കൊടുക്കണമെങ്കിൽ കൊടുക്കാം, ബാക്കി ബയർ കംപ്ലീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ ടേൺ കീ റെഫേഴ്സ് സംതിങ് ദാറ്റ് ഈസ് റെഡി ടു ഇമ്മീഡിയറ്റ് യൂസ്. നമുക്കൊരു സാധനം പെട്ടെന്ന് യൂസ് ചെയ്യാൻ തക്ക പാകത്തിലാക്കി കൊടുക്കാം. ജനറലി യൂസ്ഡ് ഇൻ ദ സെയിൽ ഓഫ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ്. The word is reference to the fact that the customer, upon receiving the product, just needs to turn the ignition key to make it operational. ഇവരുണ്ടാക്കുന്ന പ്രോഡക്റ്റ് ആയാലും സർവീസ് ആയാലും ജസ്റ്റ് ആർക്ക് പ്രൊവൈഡ് ചെയ്യുന്നോ അവർക്കത് കിട്ടിയ ഉടനെ തന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന പാകത്തിലേക്ക് ആക്കിയിട്ട് മാറ്റാം. ദാറ്റ് ദ കീ ജസ്റ്റ് നീഡ്സ് ടു ബി ടേൺഡ് ഓവർ ദ കസ്റ്റമർ. ടേൺ കീ എന്ന് പറഞ്ഞാൽ കീ ഒന്ന് തിരിക്കുക, നമുക്ക് അത്രമാത്രം ഇവിടെ പണിയുള്ളൂ, ബാക്കി എല്ലാ പണിയും കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ടേൺ കീ ഈസ് ഓഫൻ യൂസ്ഡ് ഇൻ ടെക്നോളജി ഇൻഡസ്ട്രി, മോസ്റ്റ് കോമൺലി ടു ഡിസ്ക്രൈബ് pre-built computer packages in which everything needed to perform a certain type of task. അത് നമുക്കിപ്പോൾ കമ്പ്യൂട്ടറിലാണ് ഏറ്റവും കൂടുതൽ ഇതേപോലെ ടേൺ കീ പ്രൊജക്റ്റുകൾ വരുന്നത്. ഒരു കമ്പനിക്ക് അല്ലെങ്കിൽ ഒരു ബിസിനസ് ഫേമിന് ആവശ്യമായ തരത്തിലുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകൾ ചെയ്തുകൊണ്ട് ആ ഒരു സാധനം ഇൻസ്റ്റാൾ ചെയ്യേണ്ട താമസമേ ഉള്ളൂ. നമുക്ക് അപ്പം തന്നെ അതൊന്ന് ഓപ്പറേറ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് വർക്കിംഗ് കണ്ടീഷനിലേക്ക് മാറുന്നൊരവസ്ഥ. അതിനെയാണ് ഈ ടേൺ കീ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇമ്മീഡിയറ്റ് യൂസിന് വേണ്ടിയിട്ട് റെഡിയാക്കി കിട്ടുന്ന ഒരു സംഭവം. ടേൺ കീ പ്രൊഡക്ട്സ് ആർ സിനോണിമസ് ഓഫ് ദ ഷെൽഫ് സൊല്യൂഷൻസ് ആർ നോട്ട് കസ്റ്റമൈസ്ഡ്.
In real estate, turnkey is defined as a home or property that is ready for occupation. അപ്പോൾ ഇത് ഓരോ ഇൻഡസ്ട്രിയിലും ഉപയോഗിക്കുന്ന ടേം തന്നെയാണ് ഈ ടേൺകീ എന്ന് പറയുന്നത്. അത് ആ ഇൻഡസ്ട്രി ഏതാണോ അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു മാത്രം. ഇപ്പോൾ ഒരു റിയൽ എസ്റ്റേറ്റ് ആണെങ്കിൽ അവിടെ ടേൺകീ പ്രോജക്റ്റ് ഉദ്ദേശിക്കുന്നത് എന്താണ്? റെഡി ടു ഓക്യുപ്പൈ ഫ്ലാറ്റ്സ്, വില്ലാസ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. നമുക്ക് കയറി ചെന്ന് താമസിക്കുക മാത്രമല്ല, ബാക്കി എൻ്റെ പണികളെക്കുറിച്ചൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇതിനൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ടേൺകീ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇതിനെ പറയുന്ന പേര് BOT, ബോട്ട് എന്നുള്ള പേരിലും പറയുന്നുണ്ട്. അതായത് is an investment in which a foreign investor assumes responsibility for the design and construction of an entire operation and upon completion of the project turns the project over the purchaser and hands over management to local personnel whom it has trained. ആർക്ക് വേണ്ടിയാണോ നമ്മളിങ്ങനെ ഒരു പ്രൊജക്റ്റ് കൊടുക്കുന്നത്, ഒന്നില്ലെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുന്നു, അല്ലെങ്കിൽ ബാക്കിയെങ്കിലും ആ വാങ്ങുന്ന ആൾ കംപ്ലീറ്റ് ചെയ്യുമെന്ന പ്രതീക്ഷയിൽ ആ ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കുന്നു. In return for completing the project, the investor receives a periodic payment that are normally guaranteed. അപ്പോൾ ഇതിൽ ഇവർ പറയുന്നത് ഓൾറെഡി ഒരു കോൺട്രാക്റ്റ് അവിടെ ഉണ്ടായിരിക്കും, ഗ്യാരണ്ടി ചെയ്തിരിക്കും, അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റുകൾ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ബോട്ട് ഈസ് ജനറലി യൂസ്ഫുൾ ഫോർ ലാർജ് ആൻഡ് ലോങ് ടേം പ്രോജക്റ്റ്. അപ്പോൾ കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലോങ് ടേം പ്രൊജക്റ്റിനൊക്കെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ കമ്പനിക്ക് പെട്ടെന്ന് തന്നെ ഒരു പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, പ്ലാൻ ആൻഡ് ഏൺ പ്രോഫിറ്റ് ഇൻ ഫോറിൻ കൺട്രി. എസ്പെഷ്യലി ഒരു ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഒക്കെ വരുമ്പോൾ നമുക്ക് അവിടെ തന്നെ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ടും അറിയാതെ ഒരു ഫുള്ളായിട്ടുള്ള ഒരു വിങ് നമുക്ക് അവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഇവിടെ റിസ്ക് ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. സീക്രറ്റുകൾ റൈവൽസ് ഉണ്ടാവുക, കമ്പനിയുടെ സീക്രറ്റിനെ ബേസ് ചെയ്തുകൊണ്ട് ടേക്ക് ഓവർ നടത്തുക, ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. അതേപോലെ തന്നെ entering a market with a turnkey project can prove that the company has no long-term interest in the country. നമ്മൾ എവിടെയാണോ ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ രാജ്യത്തെ കമ്പനിയുമായിട്ട് ഒരു ലോങ് ടേം ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലാത്ത പോലെ തന്നെ, വിച്ച് ക്യാൻ ബിക്കം എ ഡിസഡ്വാൻറ്റേജ്. ഇല്ലാത്ത പോലെയാണ് നമുക്ക് അവരോട് ബിഹേവ് ചെയ്യേണ്ടതായിട്ട് വരിക. ഇഫ് ദ കൺട്രി പ്രൂവ്സ് ടു ബി ദ മെയിൻ മാർക്കറ്റ് ഓഫ് ദ എക്സ്പോർട്ടഡ് പ്രോസസ്സ്, അവിടെ നമ്മൾ ആ കൺട്രിയുമായിട്ട് റിലേഷൻ വെക്കുന്നത് ഒരു എക്സ്പോർട്ടിംഗ് പ്രോസസ്സിന് വേണ്ടി മാത്രമായിട്ട് അതിലൊതുങ്ങാം. നെക്സ്റ്റ് പറയുന്നത് കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ് ആണ്. കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ് പറഞ്ഞാൽ ഔട്ട്സോഴ്സിംഗ് ആണ്. എൻറ്റയർ ഓർ പാർട്ട് ഓഫ് മാനുഫാക്ചറിങ് ഓപ്പറേഷൻ, ഏതെങ്കിലും ഒരു കമ്പനിയുടെ മാനുഫാക്ചറിങ് ഓപ്പറേഷൻ ഫുള്ളായിട്ടോ അല്ലെങ്കിൽ ഒരു പകുതിയെങ്കിലും പുറമേക്കുള്ള കമ്പനികൾക്ക് അതിൻ്റെ പ്രവർത്തനങ്ങൾ കൊടുക്കുക. അതായത് ഫാർമസ്യൂട്ടിക്കൽസ്, പേഴ്സണൽ കെയർ പ്രൊഡക്റ്റ് ഒക്കെ അങ്ങനെയാണ് വരുന്നത്. The iPad, iPhone, which are product from Apple and manufactured in China by Foxconn. ഇപ്പോൾ ഇവിടെ ആപ്പിൾ എന്ന കമ്പനിയുടെ പ്രോഡക്റ്റുകളെ മുഴുവനായിട്ടോ അല്ലെങ്കിൽ പകുതിയെങ്കിലും അത് മാനുഫാക്ചർ ചെയ്യാറായിട്ട് നമ്മൾ ചൈനയിലേക്ക് കൊടുക്കുക. ആക്ച്വലി അത് വേറെ രാജ്യത്തിൻ്റെ ആണെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ഒരു അധികാരം കൂടി അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫോക്സ്കോൺ ഈസ് കോൺട്രാക്ട് മാനുഫാക്ചറർ ആൻഡ് ആപ്പിൾ ബെനിഫിറ്റ്സ് ഫ്രം എ ലോവർ കോസ്റ്റ് ഓഫ് മാനുഫാക്ചറിങ് ഡിവൈസസ്. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് ഇവിടെ ഫിനാൻഷ്യൽ റിസ്ക് കുറവാവും, റിസോഴ്സ് മിനിമൈസ് ചെയ്യാൻ പറ്റുക, ഫേമിൻ്റെ റിസോഴ്സുകളെ ഫോക്കസ് ചെയ്യാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് റെഡ്യൂസ്ഡ് കൺട്രോൾ, റെഡ്യൂസിങ് ലേണിംഗ് പൊട്ടൻഷ്യൽ പബ്ലിക് റിലേഷൻ പ്രോബ്ലംസ്, ഇത്രയും കാര്യങ്ങളാണ് ഡിസഡ്വാൻറ്റേജിൽ വരുന്നത്. ഇനി മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് ആണ് നെക്സ്റ്റ് പോയിന്റ് പറയുന്നത്. മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് ഈസ് ആൻ അഗ്രിമെൻറ്റ് ബിറ്റ്വീൻ ടു കമ്പനീസ് whereby one company provides managerial assistance, technical expertise and specialized services to the second company for a certain period of time in return for a monetary compensation. ഇവിടെ മാനേജ്മെൻറ്റുകളുമായിട്ട് കോൺട്രാക്റ്റ് രണ്ട് കമ്പനീസ് ഉണ്ടായിരിക്കും. ഒരു കമ്പനി മറ്റൊരു കമ്പനീനെ സഹായിക്കുക, മാനേജർ അസിസ്റ്റൻസ് കൊടുക്കുക, ടെക്നിക്കൽ എക്സ്പെർട്ടൈസ് കൊടുക്കുക, സ്പെഷ്യലൈസ്ഡ് സർവീസുകൾ കൊടുക്കുക. പ്രധാനമായിട്ടും ഇത് സ്കൂൾസ്, സ്പോർട്സ് ഫെസിലിറ്റി, ഓഫീസ് ബിൽഡിങ്, മാൾ, ലാർജ് ബിസിനസ്, ഹാവ് വൺ സൈറ്റ് കഫറ്റീരിയ, റെസ്റ്റോറൻറ്റ്സ് അങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെയാണ് ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് കോൺട്രാക്റ്റ് നടക്കുന്നത്. അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫേമിൻ്റെ റിസോഴ്സിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് ആ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കോൺട്രാക്റ്റ് പ്രകാരം പ്രവർത്തിക്കാൻ സാധിക്കുന്നു. അതിൻ്റെ ഫിനാൻഷ്യൽ എക്സ്പോഷർ അവിടെ മിനിമൈസ് ചെയ്യാൻ പറ്റാം. ഇതേപോലെ തന്നെ ഒരു എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ പറ്റാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ റിട്ടേൺസ്, ഓരോന്നും നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. കാരണം ബൈ കോൺട്രാക്റ്റ് എക്സ്പെർട്ടൈസിൻ്റെ മുകളിലാണ് നമുക്കിത് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതെല്ലാം ലിമിറ്റഡ് ആണ് എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ പറഞ്ഞത് പിന്നെ പറഞ്ഞ പോയിന്റ് മേ
unintentionally transfer proprietary knowledge and techniques. അത് ചില സന്ദർഭങ്ങളിൽ നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും അതെല്ലാം ട്രാൻസ്ഫർ ചെയ്യേണ്ടതായിട്ട് വരിക. കോൺട്രാക്റ്റ് എല്ലാം മറന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് അവിടെ അൺഇൻറ്റൻഷനലാണ്. ഇൻറ്റൻഷനൽ പറയുമ്പോൾ മനഃപൂർവ്വം. അത് ചില കേസസിൽ മനഃപൂർവ്വം അല്ലാതെയും നമുക്ക് അങ്ങനെയുള്ള ആക്ടിവിറ്റിയൊക്കെ അവിടെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ പ്രോഫിറ്റബിലിറ്റി ഒക്കെ അവിടെ നമുക്ക് റിട്ടൈൻ ചെയ്യാൻ പറ്റില്ല, റിലേറ്റീവ്ലി ലോ ആയിരിക്കും എന്നതാണ് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് കോൺട്രാക്റ്റ് മാനുഫാക്ചറിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചാപ്റ്റർ ഒരു എസ്സേ ക്വസ്റ്റിന് ചാൻസ് ഉള്ളതാണ്. പിന്നെ ഓരോ ചെറിയ ചെറിയ പോയിന്റുകളായിട്ടും അതിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ മെയിനായിട്ട് എങ്ങനെയാണ് ഒരു ഇന്ത്യൻ കമ്പനിക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് എൻ്റർ ചെയ്യാനുള്ള ഡിഫറെൻറ്റ് മോഡ്സ് ഏതാണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ട്രേഡ് റിലേറ്റഡ് മോഡ് ഉണ്ട്, അതിൻ്റെ വകഭേദങ്ങൾ നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ രണ്ടാമത്തെ പോയിന്റിൽ കോൺട്രാക്ച്വൽ മോഡ്. പിന്നെ ഇൻ്റർനാഷണൽ മോഡ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോയിന്റുകൾ തന്നെയാണ്. അതായത് ഇൻ്റർനാഷണൽ ലെവലിൽ നമ്മൾ എങ്ങനെയാണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റും ഫോറിൻ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റൊക്കെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് മോഡിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്രയാണ് മെത്തേഡ്സ് ഓർ മോഡ്സ് ഓഫ് എൻട്രി എന്ന് പറയുന്നത്. എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, താങ്ക് യു.